നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചും മോഹിച്ചും ഒക്കെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ. സമയമാകുമ്പോൾ അല്ലെങ്കിൽ സമയമെടുത്ത് മാത്രം നടക്കുന്ന ചില സ്വപ്നങ്ങളോ നേട്ടങ്ങളോ അങ്ങനെയൊക്കെ. അത്തരത്തിൽ ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പ്രിയപ്പെട്ട കുറച്ച് സന്തോഷ നിമിഷങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരെയും. FBയിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ വോയിസിലൊരു വീഡിയോ കാണുന്നതും കേൾക്കുന്നതും ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഇതൊരു തുടക്കമായി പരിഗണിക്കുമെന്ന് കരുതുന്നു. മാത്രമല്ല തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. തുടക്കത്തിലെ ഈ വിഷ്വൽസൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണെന്നല്ലേ. അപ്പോൾ നമ്മുടെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ തിരക്കുകൾ കാരണം കൊണ്ട് എനിക്ക് കൃത്യമായി വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതെനിക്ക് എടുത്തു തന്നിട്ടുള്ളത് ഏട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള അനീഷ് ഏട്ടൻ്റെ വൈഫ് അഞ്ജു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ വീടെന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇത്രത്തോളം എത്തിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള തുടക്കം തൊട്ട്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടിട്ട് ഇന്ന് വരെയും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഈച്ച് ആൻഡ് എവരി വൺ, ഒരാളെയും എടുത്ത് പറയാൻ പറ്റില്ല. കാരണം ആരുടെയെങ്കിലും പേര് വിട്ടുപോയാലോ. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ സ്നേഹം മാത്രം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ. നന്ദി എന്ന് പറയുന്ന 2 അക്ഷരങ്ങൾ കൊണ്ട് മാത്രം ഒതുക്കി തീർക്കാനായിട്ട് ആ കടപ്പാടിനെ സാധിക്കില്ല എന്ന് കരുതുന്നതുകൊണ്ടാണ് ഞാൻ നന്ദി പറയാതെ സ്നേഹം മാത്രമെന്ന് പറഞ്ഞത് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ഹൗസ് വാമിങ്ങിൻ്റെ മുഴുനീള ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. അത് ഞങ്ങളുടെ വീടിൻ്റെ തന്നെ ആയതിൽ ഒരുപാട് സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എനിക്ക് പൂജകളെ കുറിച്ച് മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എനിക്കറിയില്ല. അതായത് ഇതിൽ വരുന്ന ചടങ്ങുകളെക്കുറിച്ചൊന്നും ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുമില്ല, എവിടെ പോയിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കതെങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നും എനിക്കില്ല. അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞു പോകുന്നത്. രാവിലെ നടക്കുന്ന ഗണപതി ഹോമത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് അല്ലെങ്കിൽ കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ കുറച്ച് വിഷ്വൽസ് എല്ലാം ഞാൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഒന്നിനും പറ്റിയിട്ടില്ല കേട്ടോ. ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ജു ചേച്ചി തന്നെയായിരുന്നു. കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങളിലേക്ക് വീഡിയോസൊക്കെ എത്തിക്കണം എന്നിരുന്നതാണ് ഞാൻ കരുതിയിരുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തതെങ്കിലും ചില സമയത്ത് പ്ലാനുകളെല്ലാം പാളിപ്പോവാറുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും നമ്മളുടെ ഒരു കൊച്ചു സന്തോഷത്തിൻ്റെ കുറച്ച് നിമിഷങ്ങളെങ്കിലും കുറച്ച് വിഷ്വൽസെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ, ഇങ്ങനെയെങ്കിലും എത്തിക്കാൻ സാധിച്ചാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പൂജകളെല്ലാം ചെയ്യാനും അതുപോലെ കൂടെ നിൽക്കാനും ഒക്കെ ഉണ്ടായിരുന്നത് ഏട്ടൻ്റെ തന്നെ ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ഈ ഗണപതി ഹോമം നടത്തുന്നത് ആളുടെ തന്നെ ഗുരുവായിട്ടുള്ള ഗിരിയേട്ടനാണ് കേട്ടോ. ഏതൊരു ശുഭകാര്യത്തിൻ്റെയും തുടക്കമെന്ന് പറയുന്നത് ഗണപതി ഹോമത്തോടു കൂടി തന്നെയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഹൈന്ദവ വിശ്വാസപ്രകാരം അങ്ങനെയാണ്. മറ്റ് മതങ്ങളിൽ അതനുസരിച്ചുള്ള ചടങ്ങുകളായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഹൈന്ദവ മതത്തിൽ എന്ന് പറയുമ്പോൾ ഹിന്ദു വിശ്വാസപ്രകാരം ഗണപതി ഹോമമാണ് ആദ്യം നടത്തുക. കാരണം സർവ്വ വിഘ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിനും സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ് ഗണപതി ഹോമം നടത്തുന്നത്. തലേ ദിവസം ഭഗവത് സേവയും വാസ്തുബലിയും ഒക്കെ ഉണ്ടായിരുന്നു. വാസ്തുപ്രകാരം ായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ് വാസ്തുബലി നടത്തുന്നത്. ഗണപതി ഹോമം കൂടാതെ അന്നേ ദിവസം രാവിലെ തന്നെ നമ്മൾ വിഷ്ണു പൂജയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു പൂജയും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. വിഷ്ണു ഭഗവാന്റെ മാത്രമല്ല കേട്ടോ, എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നടത്തിയിട്ടുള്ള പൂജകൾ കൂടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മാളൂട്ടിയാണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ രാവിലെ നേരത്തെ എഴുന്നേറ്റതാണ്. അതുകൊണ്ട് തന്നെ ഉറക്കം നന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം ഗണപതി ഹോമം കഴിഞ്ഞ് പ്രസാദം വാങ്ങുന്ന ഒരു സമയമാണ് കേട്ടോ. പ്രസാദം വാങ്ങുന്ന ചടങ്ങാണ്. പ്രസാദം തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ. ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. തലേ ദിവസം നടത്തിയിട്ടുള്ള പൂജകളുടെ വിഷ്വൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് തന്നെ നമുക്ക് ഒരു ഫാമിലി പിക്ക് പോലും കൃത്യമായിട്ട് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്നത്തെ തിരക്ക് കാരണം കൊണ്ട്. അതുകൊണ്ട് തന്നെ തലേ ദിവസത്തെ വിഷ്വൽസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഗൃഹപ്രവേശം ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് ഗിരിയേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങിപ്പോരുന്നത്. നേരത്തെ പറഞ്ഞു ആളുടെ ഗുരുസ്ഥാനീയനാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അവിടുത്തെ പൂജാറൂമിൽ നിന്ന് തിരി തെളിയിച്ചുകൊണ്ട്
എന്നിട്ട് നമ്മുടെ പൂജാ റൂമിൽ കൊണ്ടുവന്ന് തെളിയിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ കോൺട്രാക്ടർ എന്ന് പറയുന്നത്. അടുത്ത് തന്നെയാണ് നമ്മുടെ നൈബർ എന്ന് പറയുന്നത് ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ രഞ്ജിത്തേട്ടനാണ്. അപ്പോൾ രഞ്ജിത്തേട്ടൻ്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങുക എന്നുള്ളതാണ് വീടിൻ്റെ താക്കോല്. അപ്പോൾ നമ്മൾ ദക്ഷിണയും പിന്നെ അതുപോലെ തന്നെ വസ്ത്രവും കൊടുത്തിട്ട് നമ്മൾ താക്കോല് വാങ്ങി അനുഗ്രഹം വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷം വീടെല്ലാം അടച്ചിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നീട് അവർ തന്ന താക്കോൽ ഉപയോഗിച്ച് നമ്മൾ തുറക്കുകയാണ്. വീട് തുറന്ന് ഗൃഹപ്രവേശം ചടങ്ങ് നടത്തുകയാണ് കേട്ടോ. ആ താനവും പിടിച്ച് നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ട് വലതുകാലെടുത്ത് വെച്ച് കയറുകയാണ്. ആ ഒരു ചടങ്ങാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ പൂജാ റൂമിൽ പോയി തിരി തെളിയിക്കുകയാണ് കേട്ടോ. ഭദ്രദീപമാണ് കേട്ടോ തെളിയിക്കുന്നത്. 5 തിരിയിട്ട വിളക്കിൽ ഭദ്രദീപമാണ് തെളിയിക്കുന്നത്. ആദ്യം തിരി തെളിയിച്ചത് ഞാനായിരുന്നു കേട്ടോ. അതിൻ്റെ വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടില്ല. അതിന് ശേഷമാണ് കേട്ടോ ഏട്ടൻ തെളിയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഭദ്രദീപം തെളിയിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കുറച്ച് സന്തോഷ നിമിഷങ്ങളിൽ ഒന്ന്, ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നെന്ന് തന്നെ പറയാം കേട്ടോ ഇത്. അടുത്തതെന്ന് പറയുന്നത് പറ നിറയ്ക്കുന്ന ചടങ്ങാണ് കേട്ടോ. ഞാൻ തന്നെയാണ് പറ നിറയ്ക്കുന്നത്, നെൽപ്പറയാണ് കേട്ടോ. എന്നേക്കാളേറെ സ്വന്തമായൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ചതും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അനുദിനം പറഞ്ഞുകൊണ്ടിരുന്നതും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്വപ്ന നിമിഷം തന്നെയാണ് ഇതെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമയമാകുമ്പോഴൊക്കെ എല്ലാം നടന്നുകൊള്ളും എന്ന് മാത്രം ചിന്തിച്ചിരുന്ന ഒരാളാണ്. ആക്ച്വലി നമ്മൾ രണ്ടുപേരും ഒരുപാട് ഉയർന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഒന്നും എടുത്ത് വെച്ച് കയ്യിൽ നീക്കിയിരിപ്പ് വെച്ചല്ലായിരുന്നു ഈ ഒരു വീട് പണിക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് എന്തോ ഈ ആഗ്രഹം അത്രത്തോളം ശക്തമായതുകൊണ്ടായിരിക്കാം. വിശ്വപ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള പൗലോ കൊയ്ലോയുടെ ഒരു കോട്ട് ഉണ്ട്. അതെങ്ങനെയാണ് കേട്ടോ: നിങ്ങളൊരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തുമെന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മളുടെ ആഗ്രഹം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം നമ്മൾക്കത് നേടിത്തരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെയൊരു കോട്ടിനെ കുറിച്ച് ഞാൻ കേട്ടതും അതിൻ്റെ ഉള്ളടക്കം എന്നിൽ അത്രത്തോളം അഗാധമായി പിടിച്ചതും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഇതിൽ വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കാം, ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ശക്തമായ ആഗ്രഹം കൊണ്ടും പ്രയത്നം കൊണ്ടും തന്നെയാണ് ഇങ്ങനെ ഇന്നത്തെ ഈ ഒരു വീട് എന്ന സ്വപ്നം ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം, അതിന് വേണ്ടുന്ന സോഴ്സ് എല്ലാം നമുക്ക് വന്നു ചേർന്നത്, നമ്മളിലേക്ക് എത്തിച്ചേർന്നതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലുകാച്ചൽ ചടങ്ങാണ്. കുറച്ച് വിഷ്വൽസ് ഞാൻ ഇൻട്രോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയധികം സംസാരിക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ. അത് ഇത്രയധികം വിഷ്വൽസ് അങ്ങനെ വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആഡാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മമാരാണ്. അച്ഛന്മാരെ ഒന്നും ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അന്ന് തന്നെ ചെറിയൊരു ഫംഗ്ഷനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പലതും നമുക്കതിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഏതാണ്ട് 8 മാസങ്ങൾ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇത്രയും വൈകിട്ടാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് ഈ ഒരു വിഷ്വൽസും വീഡിയോയും ഒക്കെ എത്തിക്കുന്നത്. നിങ്ങളുമായിട്ട് ആ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വൈകി എത്തിച്ചതിൽ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആ സമയത്തൊന്നും അത്രത്തോളം ഞാൻ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നില്ല. ഈ ജനുവരി തൊട്ടിട്ടാണ് നമ്മുടെ ചാനൽ വീണ്ടും ആക്റ്റീവായി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടും കൂടെയാണ് കേട്ടോ ഇത്രയും ലേറ്റ് ആയതെന്ന് പറയാം. ഇത് പ്രശസ്ത യജ്ഞാചാര്യൻ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് കേട്ടോ. അദ്ദേഹമൊക്കെ ഇവിടെ എത്തിച്ചേർന്നതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. നമ്മൾ അത്രയധികം ബ്ലെസ്ഡ് ആയിട്ടുള്ള നിമിഷങ്ങളാണ് ഇതെന്നെല്ലാം പറയാം. ഇത്രയും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞാലും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിലെത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിർദ്ദേശമായാലും അഭിപ്രായമായാലും ഇനി വിമർശനമായാലും അതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് കരുതുന്നു. ഈ വീഡിയോയ്ക്കുള്ള നിങ്ങളുടെ സപ്പോർട്ടും ലൈക്ക് അടിച്ച് അറിയിക്കുമെന്ന് ഞാൻ കരുതുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും. അതായത് ലോങ് വീഡിയോസ് ഇനി അങ്ങോട്ടും പ്രതീക്ഷിക്കാം. FBയിലുള്ളവരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഓൾറെഡി ഞാൻ വീഡിയോസ് എല്ലാം ഇടാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് വ്യൂവേഴ്സിന് ഓൾറെഡി അറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുകയാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ.